ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിനെക്സൽ ടെക്നോളജി. നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു PDF ഫയൽ എഡിറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ഗൂഗിൾ എടുത്തിട്ട് അതിനകത്ത് സെഡ്ജ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്, അത് നമ്മൾ എടുക്കണം. സെഡ്ജ PDF എഡിറ്റർ. ഇതിനകത്ത് ലിങ്ക് ഇവിടെ ഈസി ടു യൂസ് ഓൺലൈൻ PDF എഡിറ്റർ ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളൊരു PDF ഫയൽ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം. നമുക്ക് എനിക്ക് ഈ പേരാണ് മാറ്റേണ്ടതെന്ന് വെച്ചു. കണ്ടോ, കണ്ടോ? അപ്പൊ ഞാൻ എന്താ ടീച്ചറിന് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് അങ്ങനെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിന്റെ ഇടയ്ക്ക് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. നമുക്ക് ആഡ് ചെയ്യാനുള്ള സ്പേസ് വരുന്നതാണ് അത്. നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കയറി വന്നെന്നിരിക്കും, അതങ്ങ് കളഞ്ഞാൽ മതി. അങ്ങനെ ഇപ്പൊ നമുക്ക് ഇത് മൂവ് ചെയ്യണം എന്ന് വെച്ചു. ഇപ്പൊ എനിക്ക് ഇത് വേണം, ഇത് ഇവിടുന്ന് ഇപ്പൊ താഴെയാ വരണ്ടേന്ന് വെച്ചു. ഇത് കണ്ടോ, മൂവ് ബട്ടൺ വരും. അപ്പൊ നമുക്ക് ഇത് മാറ്റിക്കൊണ്ട് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കൊണ്ടുവെക്കാം. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് വെച്ച് ഞെക്കാം. ഇനി പുതിയതായിട്ട് നമുക്കൊരു ഇമേജ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചു. നമ്മളിപ്പോ ഒരു പ്രൊഫൈലൊക്കെ ചെയ്യുമ്പോൾ, ഒരു റെസ്യൂമെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് ഫോട്ടോ മാറ്റണമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വേണ്ട ഇവിടെ മേളിൽ തന്നെ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വേണ്ട ന്യൂ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇമേജ് എടുക്കാം. അതിപ്പോ നമ്മൾ വേണ്ട അതിന്റെ സൈസ് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവെക്കുക. നമുക്ക് നമ്മുടെ ഏതാണ് ആവശ്യമുള്ള സൈസ് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാം. ഉണ്ടോ? ഇനിയിപ്പോൾ ഇത് വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഇനി ഒരു സിഗ്നേച്ചർ ആണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇവിടെ മേളിൽ സിഗ്നേച്ചർ ഉണ്ട്. സിഗ്നേച്ചർ, ന്യൂ സിഗ്നേച്ചർ എടുക്കുക. ഇമേജിൽ നമ്മൾ സിഗ്നേച്ചർ ആഡ് ചെയ്തെടുക്കുക. എടുത്തിട്ട് നമുക്ക് എവിടെയാണ്, എനിക്കിപ്പം താഴെയാണ് വേണ്ടത്, ഞാൻ ഇവിടെ താഴെ കൊണ്ടുവെക്കും. ഇത് നമുക്ക് അതിന്റെ സൈസ് അനുസരിച്ച് സെറ്റ് ചെയ്യാം. കണ്ടോ? വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ ഇപ്പൊ നമുക്ക് ഇത്രയും എനിക്ക് വേണ്ടാന്ന് വെച്ചു. അപ്പൊ എനിക്ക് ഈ 2 വരി വേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വൈറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെടുത്തിട്ട് കണ്ടോ, അത് പോയി. അപ്പൊ നമ്മൾക്ക് അതിന്റെ അലൈൻമെന്റിൽ ഒന്നും തന്നെ നമുക്കൊരു പ്രശ്നവും വരത്തില്ല, സൈസിലൊന്നും പ്രശ്നമില്ല. ആവശ്യമുള്ള വേണ്ടാത്തതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇനിയിപ്പോ അഡീഷണൽ ആയിട്ട് നമുക്കൊരു പേജ് ആണ് വേണ്ടതെന്ന് വെച്ചു. ഇത് കണ്ടോ, ഇൻസേർട്ട് പേജ് എന്ന് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പേജ് കിട്ടും. വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി മുകളിലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പറ്റും. ഇതേ ഇവിടെ കിടപ്പുണ്ട് ഇൻസേർട്ട്. വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഇനി ഇതിന് ശേഷം നമ്മൾ ഈ അപ്ലൈ ചേഞ്ചസ് എന്ന് പറഞ്ഞ ഇത് കൊടുക്കുക. നമ്മൾ ചെയ്തത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. എഡിറ്റ് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ബട്ടൺ കൊടുക്കുക. കണ്ടോ, നമുക്ക് ഈസി ആയിട്ട് ഒരു PDF ഫയൽ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്തെന്നുള്ളത്
പിന്നെ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത് ചെയ്യുമ്പോൾ 3 പ്രാവശ്യം നമുക്കിതിങ്ങനെ കറക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഇവിടെ ടൈം ഔട്ട് വരുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പം ബാക്ക് ടു എഡിറ്റിംഗ് പോയി, കണ്ടോ, നമുക്ക് കണ്ടോ ഇവിടെ 3 തവണയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് ലിമിറ്റ് വരും. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ടൈം ഔട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 3 പ്രാവശ്യമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ടൈം ഔട്ട് വരും. അത് കഴിഞ്ഞ് പഴയതുപോലെ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.